പക്ഷേ ഇപ്പോൾ കേരളത്തിൽ കോൺഗ്രസും അതുപോലെ തന്നെ UDF-ഉം വലിയ ആത്മവിശ്വാസത്തോടുകൂടി പറയുന്നൊരു കാര്യമെന്ന് പറയുന്നത് സംസ്ഥാനത്താകെയുള്ള 20 സീറ്റുകളിലും അവർ വിജയിച്ച് കയറുന്നതാണ്. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും കോൺഗ്രസ് അത്തരത്തിലൊരു അവകാശവാദം മുന്നോട്ട് വയ്ക്കുന്നില്ല. ഇപ്പം നമുക്കറിയാവുന്ന പോലെ കഴിഞ്ഞ വർഷം കർണാടകത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഏതാണ്ട് 3-2 അടുപ്പിച്ച് ഭൂരിപക്ഷം അവിടെ കോൺഗ്രസിന് കിട്ടിയത്. തെലുങ്കാനയിൽ ഈ വർഷം നടന്നപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പം അവിടെയും ഒരു വലിയ വിജയം നേടി. അവിടെ ഒന്നും പറയാത്തൊരു അവകാശവാദമാണ് കേരളത്തിൽ മാത്രം അവർ പറയുന്നത്. മാഷ് അതിനെക്കുറിച്ച് വിലയിരുത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു അവകാശവാദം അവർക്ക് ഉന്നയിക്കാൻ കേരളത്തിൽ കഴിയുന്നത്? അല്ല, അവകാശവാദം മാത്രമേ ഉള്ളൂ. മറ്റ് അതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന അവർ കാണുന്ന ലക്ഷ്യം കേരളത്തിൽ നടക്കില്ല എന്ന് അവർക്കറിയാം നന്നായിട്ട്. അവർ വിചാരിച്ചത് ഒരു ഭരണ വിരുദ്ധ തരംഗം കേരളത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്നുള്ളതായിരുന്നു. അതെ, കാരണം കേന്ദ്ര ഗവൺമെൻറ് നമുക്ക് പണം തരുന്നില്ല, അത് വസ്തുത അവർക്കറിയാം. എന്നാൽ ഇവിടെ ദൂർത്തായതുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം ഉള്ളത് എന്നൊക്കെ ശുദ്ധാസംബന്ധം എഴുന്നള്ളിച്ച് കുറേ കാലം പറഞ്ഞുകൊണ്ട് നടന്നു. പിന്നെ അവർക്ക് കോടതിയിലേക്ക് പോയതോടുകൂടിയും കേരളത്തിലുടനീളം നടത്തിയ സദസ്സിൻ്റെ ഭാഗമായിട്ടുള്ള വിശദീകരണത്തോടും കൂടി കേന്ദ്ര ഗവൺമെൻറ് പ്രതിക്കൂട്ടിലാണെന്ന് അവർക്ക് മനസ്സിലായി. കേന്ദ്ര ഗവൺമെൻറ് പണം തരുന്നില്ല, അതുകൊണ്ടാണ് കൊടുക്കാൻ പറ്റാത്തത്. ആ ഒരു ബോധ്യം ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കാൻ സദസ്സിന് സാധിച്ചു എന്ന് വിചാരിക്കുന്നു. സാധിച്ചു. സാധിക്കുക മാത്രമല്ല, അതിനുശേഷം കേസ് കോടതിയിലേക്ക് എത്തി, സുപ്രീം കോടതിയിലേക്ക് പോയി. അത് ശരിയാണ്. കോൺഗ്രസിൻ്റെ മന്ത്രിയും മുഖ്യമന്ത്രിയും ഉൾപ്പെടെ ഞങ്ങൾ 8-ാം തീയതിയാണ് സമരമെങ്കിൽ 7-ാം തീയതി കർണാടക ഗവൺമെൻറ് സമരത്തിന് പോയി. അവിടെ കേരളത്തിൻ്റെ പ്രശ്നം കൂടി അവർക്ക് പറയേണ്ടി വന്നു. ഇവിടെ എവിടെയുള്ളവർ പറയുന്നില്ല, പക്ഷേ അവിടെ പറയേണ്ടി വന്നു. അതിനുശേഷം സുപ്രീം കോടതിയിലും പോയി. സുപ്രീം കോടതി പോയപ്പോൾ 13,000-ലധികം കോടി ഉറുപ്പികയുടെ ഈ കടമെടുക്കാനുള്ള അനുവാദം നമുക്ക് കിട്ടി. മാത്രമല്ല, കോടതി വളരെ വ്യക്തതയോടുകൂടി ഇതിൻ്റെ അകത്ത് കേസുണ്ടെന്നും അത് സുപ്രീം കോടതിയുടെ 5-അംഗ ഭരണഘടനാ ബെഞ്ച് പരിശോധിക്കട്ടെ എന്നും കണ്ടു. മാത്രമല്ല, കേരളത്തിൻ്റെ മാത്രം പ്രശ്നമല്ല ഇത്. ഉടനെ കർണാടകം കേസിന് പോകുന്നുണ്ട്, തമിഴ്നാട് കേസിന് പോകുന്നുണ്ട്. എല്ലാ BJP വിരുദ്ധ BJP ഏതര ഗവൺമെൻറ്റുകളും കേസോ അതുപോലുള്ള കാര്യങ്ങളുമായിട്ട് പോവുകയാണെന്ന് കണ്ടപ്പോഴാണ് സുപ്രീം കോടതി ഈ 5-അംഗ ബെഞ്ച് തീരുമാനിച്ച് നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. അതൊക്കെ ഗവൺമെൻറ്റിന് അനുകൂലമായിട്ടുള്ള ഒരു ശരിയായ ജനങ്ങളുടെ വികാരമാണ്. പിന്നെ ഇവർ വിചാരിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നടപ്പിലാക്കാൻ തീരുമാനിച്ച ഒരുപാട് കാര്യങ്ങളെല്ലാം ഭയങ്കര അമർഷത്തിലായിരിക്കും ജനങ്ങൾ എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് പെൻഷൻ. അതെ, അവർ മറിയമ്മനെല്ലാം കൊണ്ടുവന്ന് നടത്തിയില്ല. പക്ഷേ 62 ലക്ഷം ജനങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയത് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ പണം കിട്ടിയാൽ ആ പണം ഞങ്ങൾക്ക് ഉറപ്പായിട്ട് കിട്ടും എന്നുള്ളൊരു ഫീലിംഗ് പ്രായമുള്ള എല്ലാ പ്രായപ്പെട്ട ഈ പറയുന്ന ആളുകൾക്കും ഉണ്ടായി. 18 മാസം മുമ്പ് അവർ കൊടുത്തില്ല. UDF-ൻ്റെ കാലത്ത് 18 മാസത്തെ ഈ പെൻഷൻ കൊടുത്തില്ല. അന്ന് 600 രൂപയാണ് പെൻഷൻ. അതെ, അത് 1,600 രൂപയാക്കി. എത്രയായിരം ഉറുപ്പിയാണ് ഓരോ കുടുംബത്തിലും ഓരോരുത്തർക്ക് കിട്ടിയത് അധികം. നിങ്ങളിപ്പോൾ ചട്ടിയെടുത്ത് നടക്കാൻ വേണ്ടി കുറേ ആൾ ഉണ്ടാക്കിയല്ലോ. പക്ഷേ അവർ ഉൾപ്പെടെയുള്ളവർക്ക് ഈ 7 കൊല്ലം കൊണ്ട് 7.5 കൊല്ലം കൊണ്ട് എത്രയായിരം ഉറുപ്പിയാണ് അവർക്ക് അധികം കിട്ടിയത്. ഏറ്റവും ചുരുങ്ങിയതൊരു 3/4 ലക്ഷം ഉറുപ്പിക കിട്ടിയില്ലേ. അപ്പോൾ അവർക്ക് എന്നോട് തന്നെ ഒരു സ്ത്രീ പറഞ്ഞു, വളരെ രസകരമായിട്ടൊരു യോഗത്തിൻ്റെ ഞാൻ പോയപ്പോൾ എന്നോട് പറഞ്ഞു, മോനെ നിങ്ങളാരും ഭയപ്പെടേണ്ട, 18 മാസം അത്തരം പെൻഷൻ കിട്ടിയില്ല. അന്ന് ആരും ഈ പെൻഷൻ ഗൗരവത്തിലെടുക്കില്ല. 600 രൂപ അത് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും അങ്ങോട്ട് പോവുകയാണ്. പക്ഷെ പ്രശ്നം ഇപ്പോഴതല്ല. അവർ പറഞ്ഞു ജീവിതത്തിൻ്റെ ഭാഗമായി. അപ്പോൾ 5-6 മാസം മുടങ്ങുമ്പോഴേക്ക് അതിൽ പ്രശ്നമുണ്ട്. എന്നാലും ഞാനൊക്കെ കാത്തിരിക്കുന്നത് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ പണം കിട്ടിയാൽ ഞങ്ങൾക്ക് പണം കിട്ടുമെന്നുള്ള ഉറപ്പുണ്ട്. ഈ ഒരു ഉറപ്പ് വെച്ചിട്ടാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ 62 ലക്ഷം മനുഷ്യന്മാരും ആ ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക പരാധീനത കണ്ടുകൊണ്ട് തന്നെ അവർക്ക് എന്തായാലും കിട്ടും എന്ന് തോന്നുന്നു. കഴിഞ്ഞ ബഡ്ജറ്റിൽ ഈ ഏപ്രിൽ മാസം മുതൽ മാസം കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുകയും ചെയ്യും, കുടിശ്ശിക ബാക്കിയെടുത്ത് കൊടുക്കുകയും ചെയ്യും എന്നുള്ള ഉറപ്പിച്ച് പറഞ്ഞതോടുകൂടി ഈ ഗവൺമെൻറ് വിരുദ്ധ വികാരം ഇങ്ങനെ അണപൊട്ടി ഒഴുകുമെന്ന് വിചാരിച്ച UDF-ൻ്റെ ആ കാഴ്ചപ്പാട് അങ്ങോട്ട് പോയി. സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ളൊരു ജനവികാരം ഉണ്ടാകുമെന്നും ആ ജനവികാരത്തെ ചൂഷണം ചെയ്തുകൊണ്ട് വലിയ നേട്ടം തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ കഴിയുമെന്നും കോൺഗ്രസിൻ്റെ ആത്മവിശ്വാസമുണ്ട്. ആ ആത്മവിശ്വാസത്തിലായിരിക്കും അവർ 20 സീറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ സംസ്ഥാനത്തില്ല എന്നാണ് മാഷിന്റെ ഒരു വിലയിരുത്തൽ. അതായത് ഇപ്പോൾ ഈ കർഷകർ ആത്മഹത്യ ചെയ്ത പ്രശ്നം, സപ്ലൈകോ പോലുള്ള അല്ല ഞാൻ പറയുന്നത് സപ്ലൈകോയിൽ അവശ്യ സാധനങ്ങൾ കിട്ടാതിരിക്കുക, ക്ഷേമ പെൻഷന്റെ പ്രശ്നം ഉണ്ടാവുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയും കേന്ദ്രമുണ്ടാക്കിയ ഒരു സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് രൂപപ്പെട്ടതാണെന്നും അതിൻ്റെ ഉത്തരവാദിത്വം പൂർണ്ണമായും കേന്ദ്ര സർക്കാരാണെന്നും
സാധാരണ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു എന്നങ്ങ് വിശ്വസിക്കുന്നു? തികച്ചും വിശ്വസിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ രാഷ്ട്രീയമുള്ളവർ വിശ്വസിക്കൂല. നിങ്ങൾ ഈ ജനം എന്ന് പറയുന്നത് എന്താ, വിഭജിക്കപ്പെട്ട ജനതയാണ് ഈ കേരളത്തിലുള്ളത്. അതെ. അതിൽ UDF എങ്ങനെയാണ് കുറ്റം കാണേണ്ടതെന്ന് കണ്ടുപിടിക്കും. എന്നാൽ സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് അവർക്ക് അനുഭവവേദ്യമായ കാര്യമാണ് അവർ ആലോചിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് പെൻഷൻ ലഭിക്കുന്ന 3200 രൂപ ഇപ്പോൾ കിട്ടുകയല്ലേ, കിട്ടാൻ പോകല്ലേ, 1600 രൂപ കിട്ടുകയും ചെയ്തു. അതിപ്പോൾ ചൊവ്വാഴ്ച മുതൽ വിതരണം ചെയ്താൽ 2-3 ദിവസം കൊണ്ട് ആ വിതരണം പൂർത്തിയാവും. വിഷുവിന് തയ്യാറെടുക്കാനുള്ള സൗകര്യമായി. പിന്നെ ഈ സത്യം പറഞ്ഞാൽ ഇന്ത്യയിലെ നിത്യോപയോഗ സാധനത്തിൻ്റെ വിലവർദ്ധനവെ പിടിച്ചു നിർത്തിയിട്ടുള്ള ഒരു സംസ്ഥാനം കേരളമാണ്. എല്ലാ പൂർണ്ണമായിട്ടും ഗുണഭോക്തൃ സംസ്ഥാനമാണെങ്കിൽ പോലും, ഉപഭോക്തൃ സംസ്ഥാനമാണെങ്കിൽ പോലും അതെങ്ങനെയാണ് കഴിഞ്ഞത്? നമ്മൾ 13 ഇനം സാധനങ്ങൾക്ക് സബ്സിഡി റേറ്റിൽ 7 കൊല്ലം മുമ്പുള്ള വിലക്ക് അതിൻ്റെ സബ്സിഡിയോടുകൂടി കൊടുത്തു. ആ കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് നിത്യോപയോഗ സാധനത്തിൻ്റെ വിലവർദ്ധനവിനെ നമുക്ക് നല്ലതുപോലെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞു. കേന്ദ്ര ഗവൺമെൻറ് നമുക്ക് പണം തരാത്തതിൻ്റെ ഭാഗമായിട്ട് സപ്ലൈകോ ഉൾപ്പെടെയുള്ള മേഖലയ്ക്ക് കൊടുക്കേണ്ടുന്ന പണം കൊടുക്കാൻ സാധിക്കാത്ത സ്ഥിതി വന്നപ്പോൾ പ്രതിസന്ധി വന്നു. ആ പ്രതിസന്ധി ഇപ്പോൾ കടം വാങ്ങിയിട്ടാണെങ്കിലും പരിഹരിച്ച് ഈ വിഷു ആകുമ്പോഴേക്കും അത് ഫലപ്രദമായിട്ട് പൊതുവിതരണ സംവിധാനം ശക്തിപ്പെട്ട് മുന്നോട്ടേക്ക് പോകുന്ന നില സ്വീകരിക്കാനും കഴിയും. അത് ഇതുവരെ കിട്ടാതിരുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കേരളത്തോട് കാണിക്കുന്ന ഒരു വലിയ സാമ്പത്തിക പ്രതിരോധത്തിൻ്റെ ഭാഗമാണ് എന്ന് ആളുകളെ ബോധ്യപ്പെടുത്താൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. 1600 എന്നുള്ളത് ഞങ്ങൾ 2500 രൂപ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. 2000 കൊടുക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. കൊടുക്കാൻ പറ്റുന്നില്ല. ഞാൻ ഈ പൊതുയോഗത്തിൽ പരസ്യമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് 1600 എന്നല്ലേ, അത് 2500 തരണമെന്നാണ് ഞങ്ങൾ തീരുമാനിച്ചിരുന്നത്. പക്ഷേ കൊടുക്കാൻ കഴിയുന്നില്ല. അധ്യാപകർക്ക്, ജീവനക്കാർക്ക്, പെൻഷൻകാർക്ക് കൃത്യമായിട്ട് കുടിശ്ശിക കൊടുത്തു തീർക്കണം എന്ന് തന്നെയാണ് ഗവൺമെൻറ്റിൻ്റെ ആഗ്രഹം. എന്താ ചെയ്യുക? ഗവൺമെൻറ് തരുന്നില്ല. 57,000 കോടി കഴിഞ്ഞ മാർച്ച് മാസം വരെ തരേണ്ടതും കേന്ദ്രാവിഷ്കൃത പദ്ധതിയുടെ ഭാഗമായിട്ട് കിട്ടേണ്ട 7,000 കൂടി ചേർത്താൽ 64,000 കോടി ഉറുപ്പിയാണ് ഈ മാർച്ച് 31-ാം തീയതിക്ക് മുമ്പ് തരാതിരുന്നത്. ഇത് ജനങ്ങൾ നല്ലതുപോലെ വിശ്വസിക്കുന്നുണ്ട്. കാരണം അവർക്കറിയാം ഇതാണ് കാര്യം. അല്ല, ഇപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പ്രതിസന്ധിയുടെ മുഖ്യ കാരണം എന്ന് പറയുന്നത് കേന്ദ്രം നമ്മളെ സാമ്പത്തികമായി ഞെരുക്കുന്നതാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇടതുപക്ഷത്തിനും സർക്കാരിനും ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയായ BJPക്ക് എന്ത് പ്രതീക്ഷയാണ് കേരളത്തിലുണ്ടാകും? ഇപ്പോൾ അവർ പറയുന്നത് 4-5 മണ്ഡലങ്ങളിൽ അതിശക്തമായ പോരാട്ടം അവർ കാഴ്ചവെക്കുന്നു. അവരും അവരുടെ വോട്ട് പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്യും, 2 അക്കം കടക്കും എന്നാണ് പറയുന്നത്. അത് പ്രധാനമന്ത്രിയെ പറഞ്ഞു. പ്രധാനമന്ത്രി പറയുന്ന വാക്കിന് ഒരു അർത്ഥമില്ല എന്നുള്ളത് വ്യക്തമായില്ലേ? ഇവിടെ ഇലക്ട്രൽ ബോണ്ടിൻ്റെ പ്രശ്നം വന്നപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞത് എന്താ? ലോകം കണ്ട ഏറ്റവും വലിയ അഴിമതി ഒന്നല്ലേ ഔദ്യോഗികമായിട്ടുള്ള ഒരു അഴിമതി. 8,500 കോടി ഉറുപ്പികയല്ലേ സമ്പാദിച്ചത്? വൃത്തികെട്ട രീതിയിലല്ലേ സമ്പാദിച്ചത്? ഏത് കള്ളപ്പണക്കാരൻ്റെ പൈസ വാങ്ങാൻ ബാക്കി? അതിൽ അത്ഭുതകരമായ സംഭവം എന്നതിൽ കോൺഗ്രസിൻ്റെ ഏറ്റവും ഉന്നതരായ നേതാവിൻ്റെ ഒരു ഭർത്താവ് ഒരു കേസിൽ പെട്ടു. ഞങ്ങളെല്ലാം അന്ന് ആ കേസ് വന്നു, ഭയങ്കര കേസാണല്ലോ എന്നുള്ള രീതിയിൽ കണ്ടതാണ്. അത് കുറച്ച് കഴിയുമ്പോൾ കേസില്ല. എന്തേ കേസില്ല? അത് ഇപ്പോഴല്ലേ മനസ്സിലായേ? അപ്പോൾ 170 കോടി ഉറുപ്പികയാണ് അവർ, അതായത് കോൺഗ്രസിൻ്റെ കുടുംബം ഇവർക്ക് കൊടുത്തത്. 170 കോടി ഉറുപ്പിക കൊടുത്തു. കൊടുക്കുന്നയാൾക്കും ഉളുപ്പില്ല, അത് വാങ്ങി വെക്കുന്ന BJPക്കാരനും ഉളുപ്പില്ല. ഒരു പ്രധാനപ്പെട്ട 2 രാഷ്ട്രീയ പാർട്ടികളുടെ കുടുംബം, അതും ഏറ്റവും സീനിയറായിട്ടുള്ളവരാണല്ലോ അവരെല്ലാം, അവരങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പ്രശ്നത്തിൻ്റെ മേലെ പണം കൊടുത്ത് ഒത്തുതീർക്കാൻ സാധിക്കുന്ന ഒരു സ്ഥിതി ഇവിടെയല്ലാണ്ട് വേറെ ലോകത്തോടെയും ഉണ്ടാവുമോ? ഇലക്ട്രൽ ബോണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇലക്ഷൻ ഫണ്ടാണ്. ഈ ഇലക്ഷൻ ഫണ്ട് ഈ കുത്തക മുതലാളിമാരിൽ നിന്ന്, അതുപോലെ കള്ളപ്പണക്കാരിൽ നിന്ന്, കരിഞ്ചന്തക്കാരിൽ നിന്ന്, എന്തെങ്കിലും ലാഭം കിട്ടാൻ വേണ്ടിയിട്ടുള്ളവരിൽ നിന്ന്, രാഷ്ട്രീയം മാറ്റാൻ വേണ്ടിയിട്ട് പണം കൊടുത്തിട്ട് അവരെ സംരക്ഷിക്കുന്ന രീതിയിൽ എല്ലാം ഓരോ കണക്കൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അത് മുഴുവൻ ഈ ഇന്ത്യയിൽ നമ്മൾ കണ്ടതാണ്. അന്നാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞത്, ഭഗവാൻ ശ്രീകൃഷ്ണനെ കാണാൻ കുചേലൻ പോയപ്പോൾ കയ്യിലുണ്ടായിരുന്ന അവിൽപ്പൂതി ശ്രീകൃഷ്ണന് കൊടുത്താൽ ഈ കോടതി അത് കൈക്കൂലിയായിട്ട് തീരുമാനിക്കുമോ എന്ന് പറഞ്ഞതിൻ്റെ അപ്പുറം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു RSSൻ്റെ ഏറ്റവും താഴെയുള്ള ഒരു RSSൻ്റെ റേഞ്ചിലേക്ക് താഴ്ന്ന് വീഴുക ചെയ്തേ. അദ്ദേഹത്തിൻ്റെ വിചാരം അദ്ദേഹം ഭയങ്കരമായിട്ട് ഇങ്ങനെ നിൽക്കാല്ലേ, നെഞ്ചൽ തമ്മിൽ വിരുത്തിയിട്ട്. അഴിമതിയുടെ കാര്യം മാത്രമല്ല, ഇത് കോടതിയോട് എടുക്കുന്ന നിലപാടാണ്, സുപ്രീം കോടതിയോട് എടുക്കുന്ന സമീപനമാണ്. അല്ല ശരി, അങ്ങനെയാണെങ്കിൽ BJP ഇവിടെ ഒരു വലിയ ഫോഴ്സായിട്ട് വരില്ല, ഉറപ്പായിട്ടും വരില്ല. അപ്പം മത്സരം എന്ന് പറയുന്നത് ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിലാണ്, UDF-ഉം LDF-ഉം തമ്മിലാണ്. ഇവിടെ ഇപ്പോൾ മാഷ് പറഞ്ഞു ഒരു തരത്തിലുള്ള സർക്കാർ വിരുദ്ധ തരംഗവുമില്ല, ജനങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്ന്. അങ്ങനെയാണെങ്കിലും
മറ്റ് ചില രാഷ്ട്രീയ വിഷയങ്ങൾ കൂടി സർക്കാരിനെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് പാർട്ടിയെയും ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. ഉദാഹരണത്തിന് കരുവന്നൂർ പോലുള്ളൊരു പ്രശ്നം, ആ പ്രശ്നം വലിയ രീതിയിൽ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സഹകരണ ബാങ്കുകളിൽ ഏറ്റവും അവസാനം നിങ്ങൾ നേരിടുന്ന കേസുകളടക്കം എപ്പോഴും അത് നിർത്തി ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ വലതുപക്ഷവും അതുപോലെ തന്നെ BJPയും ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എക്സാലോജിക്ക് പോലുള്ള അഴിമതി വിഷയങ്ങൾ, മുഖ്യമന്ത്രിയെ തന്നെ ടാർഗറ്റ് ചെയ്യുന്ന അഴിമതി വിഷയങ്ങളും വരുന്നു. അപ്പോൾ ഇതൊക്കെ തന്നെയും ഇപ്പോൾ ഈ മറ്റു വിഷയങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടാലും ഈ വിഷയങ്ങൾ എങ്ങനെ നിങ്ങൾ മറികടക്കും? ഇതിലതൊരു വിഷയമില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ വിഷയങ്ങളൊന്നും വിഷയമില്ല. ഈ ഉള്ളി തോളി പിടിച്ച കോഴിയാണ്, അതിനുള്ളിൽ അവസാനം കാമ്പുണ്ടാവില്ല. പക്ഷേ ജനങ്ങൾക്കത് ബോധ്യപ്പെടണം, അതാ പ്രശ്നം. ജനങ്ങൾക്ക് നല്ല ബുദ്ധിയുണ്ട്. നിങ്ങൾ മാധ്യമങ്ങളെല്ലാം കൂടി ചേർന്നിട്ട് മാർക്സിസ്റ്റ് വിരുദ്ധ പ്രചാരവേദി വലതുപക്ഷ ആശയ നിർമ്മിതി നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ചില കൺഫ്യൂഷൻ മാത്രമേ ആൾക്കുള്ളൂ. ഞങ്ങൾ നല്ലതുപോലെ വീട് കയറി ജനങ്ങളോട് പറഞ്ഞ് കാര്യങ്ങളൊക്കെ ശരിയായ രീതിയിൽ നയിക്കും. കാരണം എന്താ പറയുക, ഞാൻ പറയാം, നിങ്ങൾ പറഞ്ഞ ഓരോന്നിനും മറുപടി ഉണ്ട് ഞങ്ങൾക്ക്. കരുവന്നൂർ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം എന്താ? ഒരു സാധാരണ ബാങ്കിൽ ചില പ്രശ്നം ഉണ്ടായി. ജീവനക്കാരും അതുപോലെ തന്നെ ഡയറക്ടർ ബോർഡ് മെമ്പർ, ചില ഡയറക്ടർ ബോർഡൊന്നും പറയാനില്ല, ജീവനക്കാരാണ് അതിന് പിന്നിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അന്വേഷിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിച്ചതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ആ ബാങ്ക് മറ്റെല്ലാ ബാങ്കുകളെയും പോലെ ലോൺ കൊടുക്കുന്നു, ഡെപ്പോസിറ്റ് വാങ്ങുന്നു, പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് പോയിട്ടുണ്ട്. ആ ബാങ്കിൽ ഇപ്പം പ്രശ്നമില്ല. പക്ഷേ ആ ബാങ്കിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നരേന്ദ്രമോദിയും BJPയും കോൺഗ്രസും എല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും പ്രത്യേകിച്ച് CPMനെയും കടന്നാക്രമിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇടക്കിടക്ക് ചോദ്യം ചെയ്യുക, ഇലക്ഷൻ വരുമ്പോൾ ഇടക്കിടക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഇതെല്ലാം ജനങ്ങൾക്ക് നല്ലപോലെ തിരിച്ചറിയാനാവും. ഇത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചാരവേലയ്ക്ക് വേണ്ടി ഒരു ബാങ്കിൻ്റെ പ്രശ്നം നിങ്ങൾ ഉപയോഗിക്കുകയാണ്. ആയിരക്കണക്കിന് ബാങ്ക് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ കൈകാര്യം ചെയ്യുന്നുണ്ട്. ന്യായമായ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. അവിടെ ഇവിടെ ഏതെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു പോകാനുള്ള, ആരെയും സംരക്ഷിക്കുക എന്നുള്ള നിലപാട് പാർട്ടി സ്വീകരിച്ചിട്ടില്ല. ശരിയായ രീതിയിൽ ദിശാബോധത്തോടു മുന്നോട്ടേക്ക് പോകുന്ന നിലയാണ് സ്വീകരിച്ചത്. അപ്പോൾ കരുവന്നൂർ ബാങ്കിന്റെ പ്രശ്നം തീർന്നില്ലേ? അവിടെയാണ് ചോദ്യം. ഈ കരുവന്നൂർ ബാങ്കിന്റെ പ്രശ്നത്തിൽ ആളുകൾ ആത്മഹത്യ ചെയ്യുക, അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക, ചികിത്സ കിട്ടാതെ മരിക്കുക, ഈ വിഷയങ്ങളൊക്കെ നിൽക്കുമ്പം അത്രയും വലിയൊരു പ്രതിസന്ധി അവിടെ രൂപപ്പെട്ടപ്പോൾ അതിനകത്ത് ഉത്തരവാദിത്തപ്പെട്ട ഒരു പാർട്ടി എന്നുള്ളതിലേക്ക് ആ പ്രശ്നങ്ങൾ പരിഹരിച്ചു ഞങ്ങൾ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് പരിഹരിക്കപ്പെട്ടു എന്നങ്ങ് വിചാരിച്ചാൽ അത് ഗ്രൗണ്ടിൽ വലിയ ഇഫക്റ്റ് ഉണ്ടാക്കില്ല. ഗ്രൗണ്ടിൽ എഫക്റ്റും ഇല്ല. കരുവന്നൂർ ഉൾപ്പെടെയുള്ള പ്രദേശത്ത് യാതൊരു എഫക്റ്റും ഇല്ല. ഉണ്ടാക്കാൻ പുറത്താണ് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആശയപരമാണ്. അദ്ദേഹം തൃശ്ശൂർ തന്നെ താമസിച്ചാലും സുരേഷ് ഗോപി ജയിക്കില്ല. ഇവിടെ തന്നെ ഇനി 15-ാം തീയതി ഇവിടെ വരുന്നു, ഇവിടെ വന്നിട്ട് തിരിച്ചു പോകുന്നില്ല. ഞാൻ ഇവിടെ തന്നെയാണ് താമസിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തന്നെ പൂർണ്ണമായ ഇലക്ഷൻ ചുക്കാൻ പിടിച്ചാലും ആ മണ്ഡലം ജയിക്കില്ല. അതിൽ ഒരു ഉത്കണ്ഠ ഉണ്ടാവണ്ട. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ എക്സാലോജിക്ക് പോലുള്ള വിഷയങ്ങൾ അത് അതിന് മുന്നോട് പറയാം. എക്സാലോജിൻ്റെ പ്രശ്നം എന്താ? 2 കമ്പനികൾ തമ്മിൽ കരാറുണ്ടാക്കി. ആ കരാറിൻ്റെ സേവനത്തിൻ്റെ ഭാഗമായിട്ട് പൈസ കൊടുത്തു. അത് ഇൻകം ടാക്സും ഉൾപ്പെടെയുള്ള എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി കൊടുത്തില്ലെങ്കിൽ ഞങ്ങൾക്ക് പ്രശ്നമല്ല. അത് കമ്പനികൾ തമ്മിലുള്ള പ്രശ്നം. എന്നാൽ ഇത് പിണറായി വിജയൻ്റെ മകളുടേതാണെന്ന് പറഞ്ഞ് കൊണ്ടുവരുന്ന കേന്ദ്ര ഏജൻസികളുടെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയാണ് ഞങ്ങൾ ശക്തിയായിട്ട് എതിർത്തത്. അത് ഇന്നലെയും എതിർത്തിട്ടുണ്ട്, ഇന്നും എതിർത്തിട്ടുണ്ട്, നാളെയും എതിർക്കും. അത്രയേ ഉള്ളൊരു കാര്യം. അതിൽ വേറെ ഒരു യുക്കുമില്ല. ഇപ്പം ഇവിടെ ആ കേസ് ഒന്നുമല്ല. കാരണം സ്വർണ്ണത്തിൻ്റെ പണ്ട് സ്വർണ്ണക്കള്ളക്കള്ളത്തിൻ്റെ പറഞ്ഞില്ലേ, അതുപോലെയാണ്. അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞ 1-2 കാര്യങ്ങൾ പറയാം. ഒന്ന്, ഈ പറയുന്ന സാമ്പത്തിക പ്രതിസന്ധി ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയിരിക്കുന്ന വലിയ വിഷമതകൾ, അതേപോലെ തന്നെ കരുവന്നൂർ പോലുള്ള പ്രശ്നങ്ങൾ, എക്സാലോജിക്കിൻ്റെ പ്രശ്നങ്ങൾ. യഥാർത്ഥത്തിൽ നിങ്ങൾ തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾ പ്രതിരോധത്തിലാണ്. അതായത് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പന്ത് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെല്ലാം തടയേണ്ട അവസ്ഥ. അപ്പം എങ്ങനെയാണ് LDFന് ഒരു ആത്മവിശ്വാസം ഉണ്ടാവുക? അനുകൂല ഘടകങ്ങൾ എന്താ? ഞാൻ പറഞ്ഞുതരാം, ഓരോന്നായിട്ട് പറഞ്ഞുതരാം. ഒന്ന്, കോൺഗ്രസിന് നിലപാടില്ല ഏത് വിഷയത്തിലുമില്ല. ഇപ്പോൾ ഇന്ത്യ ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഹിന്ദുത്വ അജണ്ടയിലേക്ക്, ഫാസിസ്റ്റ് അജണ്ടയാണ്. അതായത് ഈ ഭരണഘടന പാടില്ല, ഈ മതനിരപേക്ഷ സംവിധാനം പാടില്ല, ഈ പറയുന്ന രീതിയിലുള്ള ഫെഡറൽ സംവിധാനം പറ്റില്ല, ഈ പാർലമെൻ്ററി വ്യവസ്ഥ പോലും പറ്റില്ല, ജനാധിപത്യം പറ്റില്ല. ഇത് പറഞ്ഞാൽ പിന്നെ അതിന് പകരം അടിമുടി ആയുധവൽക്കരിക്കപ്പെട്ട ഒരു ഫാസിസമായിരിക്കും. എല്ലാ മനുഷ്യൻ്റെയും നേരെ മുന കൊണ്ടു കാണിക്കുന്ന പട്ടാളത്തിൻ്റെയും
അതുപോലെ തന്നെ പോലീസിൻ്റെയും പൗരസ്വാതന്ത്ര്യവും ഒന്നും ഉണ്ടാവില്ല. അങ്ങനെയുള്ള ഒരു ഫാസിസമാണ്. അതിനാണ് ഫാസം എന്ന് പറയുക. ഫാസം ഒരു ദിവസം ഇങ്ങോട്ട് വന്നതല്ല. 1923 സവർക്കറുടെ ഹിന്ദുത്വ അജണ്ട മുതൽ വേണമെങ്കിൽ അപ്പോൾ 101 കൊല്ലമായി. ഇനി അത് കഴിഞ്ഞ് 2 കൊല്ലം കഴിഞ്ഞിട്ടാണ് RSS രൂപീകരിച്ചത് 1925. അത് അടുത്ത 25 100 കൊല്ലമാണ്. അപ്പോൾ 100 വർഷം. ഈ 100 വർഷവും ഈ ഇന്ത്യൻ സമൂഹത്തിൻ്റെ മേലെ ഈ ഫാസിസ്റ്റ് ഐഡിയോളജി കൃത്യമായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടുത്തെ ആഭ്യന്തര ശത്രു ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ. 3 എണ്ണമാണ് അവർ പറഞ്ഞിട്ടുള്ളത്. മുസ്ലിം, ക്രിസ്ത്യാനി, കമ്മ്യൂണിസ്റ്റ്. അത് ഏറ്റവും കൂടുതൽ ഇന്ത്യയിലെ വഴികളിൽ. ഇതാണ് ഭാവി കേരളത്തിൻ്റെ ഒരു ചിത്രം എന്നുള്ളത് ഉത്കണ്ഠപ്പെടുത്തുന്ന ഒന്നാണ്. ഉത്കണ്ഠപ്പെടണമെന്ന് പറഞ്ഞാൽ ഞാൻ ഞങ്ങളുടെ സഹപ്രഭുട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇന്നത്തെ ഇന്ത്യയിലെ പൗരത്വ ഭേദഗതി നിയമം എന്ന് പറയുന്നതാണ് മൗലികമായി മതരാഷ്ട്രമാകുന്നതിലേക്കുള്ള യാത്രയുടെ പ്രധാനപ്പെട്ട ചവിട്ടുപടി. അതിനോട് കോൺഗ്രസ് എടുക്കുന്ന നിലപാടെന്താ വ്യക്തതയുണ്ടോ? കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിലെത്തില്ല. ഇവിടെ ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കും. മറ്റെല്ലാ ആളും അതിനെ പറ്റി പറയുമ്പോൾ അവർക്ക് ഭയങ്കര അമർഷമാണ്. അതിനെപ്പറ്റി കോൺഗ്രസിന് നിലപാടുണ്ടോ? കോൺഗ്രസിന് നിലപാടില്ല. പിന്നെ രാംക്ഷേത്ര ഭൂമി, അതിൻ്റെ ഭാഗമായിട്ട് പണ്ട് നമുക്കെല്ലാവർക്കും പറയുന്ന പോലെ ബാബറി മസ്ജിദിൻ്റെ സ്ഥലമാണ്. കോടതിൻ്റെ വിധിയെല്ലാം വന്നു. ഗവൺമെൻറ് തന്നെ ഇപ്പോൾ അത് അമ്പലാക്കി മാറ്റി. 2025 ഡിസംബറിൽ മാത്രമേ 1ാമത്തെ നില പൂർത്തിയാവുള്ളൂ. 2ാമത്തെ നിലയും 3ാമത്തെ നിലയും വേറെയുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ വരാൻ പോകുന്ന മാസങ്ങൾ എത്രയോ കഴിഞ്ഞിട്ടാണ് യഥാർത്ഥത്തിൽ ഉദ്ഘാടനം ചെയ്യേണ്ടത്. ശങ്കരാചാര്യന്മാരും അത് തന്നെയാണ് പറഞ്ഞത്. അത് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് രാഷ്ട്രീയവും മതവും കലർത്തി വോട്ട് വാങ്ങാൻ വേണ്ടിയിട്ടുള്ള വർഗീയ പ്രീണന സമീപനമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. അത് സംബന്ധിച്ച് കോൺഗ്രസിന് എന്തായാലും അഭിപ്രായം? കോൺഗ്രസ് ആദ്യം പറഞ്ഞു നമ്മൾ നോക്കട്ടെ, അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തി. സീതാറാം യെച്ചൂരിൻ്റെ അടുത്ത് പോയി ഇതേ ക്ഷണം നൽകിയപ്പോൾ സീതാറാം യെച്ചൂരി പറഞ്ഞു ഇത് വർഗീയ പ്രക്രിയയിലേക്കുള്ള യാത്രയാണ്, അതിന് എനിക്ക് പങ്കെടുക്കാനാവില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ദേശീയ മാധ്യമങ്ങളിൽ വാർത്തയായത്. അതിനെ തുടർന്ന് നടന്ന ചർച്ചയിലാണ് ഇത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലെ ഒരു ഉപകരണമാണ് എന്ന് കണ്ടുകൊണ്ട് സ്വാഭാവികമായിട്ടും അവർക്ക് പറയേണ്ടി വന്നു. മനസ്സോടെ പറഞ്ഞു. എന്താ പറഞ്ഞത്? ഞങ്ങൾ പോകുന്നില്ല. ഇന്ത്യയിൽ BJP പ്രതിരോധിക്കാൻ കഴിയുന്ന ഒരു ദേശീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഒരു ഓൾട്ടർനേറ്റീവ് എന്നുള്ളത് കോൺഗ്രസ് മാത്രമല്ലേ ഉള്ളൂ. ഒരു ഓൾട്ടർനേറ്റീവ് ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഓൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത് ഇന്ത്യ മുന്നണി ഉണ്ടോ? കേരളത്തിൽ ഇന്ത്യ മുന്നണി ഉണ്ടോ? ബംഗാളിലുണ്ടോ? ഇല്ല, അതൊന്നുമില്ല. അപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക? ഓരോ സംസ്ഥാനം ഓരോ യൂണിറ്റായി എടുക്കുക. അവിടെ പ്രാദേശിക പാർട്ടികളുണ്ടാവും, സംസ്ഥാന പാർട്ടി ഉണ്ടാവും, അഖിലേന്ത്യാ പാർട്ടി ഉണ്ടാവും. ആരാണെന്നൊന്നും നോക്കണ്ട. BJP വിരുദ്ധ വോട്ട് ഛിന്ന ഭിന്നമാവില്ല എന്ന് പ്രതിജ്ഞ എടുക്കുക. എന്നിട്ട് ഓരോ മണ്ഡലവും എടുത്ത് ചർച്ച ചെയ്ത് മണ്ഡലം സ്ഥാനാർത്ഥി തീരുമാനിക്കുക. എന്നിട്ട് BJP വിരുദ്ധ വോട്ട് മുഴുവൻ ഇതുപോലുള്ള സ്ഥാനാർത്ഥികൾ നേടുമെന്ന് ഉറപ്പാക്കിയാൽ 37% വോട്ട് മാത്രമേ BJPക്ക് ഉള്ളൂ. അത് നിതീഷ് കൂടി ഉള്ളപ്പോൾ തന്നെയുള്ള വോട്ടായി. ആ 37%-ൻ്റെ പുറത്ത് വരുന്ന 63% വോട്ട് പറയുന്നുണ്ട്. അതിലൊരു വലിയ വിഭാഗം വോട്ട് കൃത്യമായിട്ട് ഏകോപിതമായിട്ട് പോയാൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടാണോ അല്ലെങ്കിലും ഈ ഇന്ത്യയിൽ BJPയെ തോൽപ്പിക്കാം. ഇതാണ് യഥാർത്ഥ പ്രായോഗിക വഴി. വേറെ ഒരു വഴിയുമില്ല. ശരി, അങ്ങനെയാണല്ലോ. ഇപ്പം ഈ നമ്മുടെ കേരളത്തിലേക്കൊന്ന് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ 2019 വേറൊരു വ്യത്യസ്തമായ സാഹചര്യമാണ്. ആ സാഹചര്യത്തിൽ 19-1 ഇപ്പോൾ 18-2 എന്ന് പറയാം കേരള കോൺഗ്രസ് ഇപ്പോൾ വന്നതുകൊണ്ട്. ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഇപ്പം നമുക്ക് ഈ ഇടതുപക്ഷത്തിന് എന്ത് പ്രതീക്ഷയുള്ളത്? ഞാൻ പറയുന്നത് 2019 സാഹചര്യം മറ്റൊന്നായിരുന്നു. ഇപ്പോൾ അത്തരത്തിലിപ്പോൾ താങ്കളുടെ ഒരു വിലയിരുത്തലനുസരിച്ച് ഒരു എന്താ പറയുക ഒരു എതിർവികാരമില്ല. മാത്രമല്ല സർക്കാരിന് എടുക്കാൻ കഴിയുന്ന നല്ല നിലപാടെടുത്തുകൊണ്ട് ഒരു ആനുകൂല നിലപാടുണ്ട് എങ്കിൽ വലിയൊരു വിജയം ഇടതുപക്ഷം കേരളത്തിൽ നേടേണ്ടതുണ്ട്. അത് സാധ്യമാണോ? വലിയ വിജയം കേരളത്തിൽ ഇപ്രാവശ്യം നേടും. ഞാനിപ്പോൾ പറയുമ്പോൾ 20 സീറ്റും ജയിക്കും തന്നെയാണ് പറയുക. എന്നാൽ ഏറ്റവും വലിയ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് നേടും. അല്ല, അങ്ങനെ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് നേടുമെന്ന് ഉറപ്പിച്ച് പറയും. നമ്മളിപ്പോൾ ഒരു മത്സരത്തിൽ ഇറങ്ങുമ്പോൾ നമ്മൾ വിജയിക്കുമെന്ന് തന്നെയാണ് പറയുക, അത് യാതൊരു സംശയം വേണ്ട. പക്ഷേ ഈ പറയുന്ന ഇപ്പം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയോ അല്ലെങ്കിൽ തിരിച്ചോ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയോ ഉള്ള സ്ഥലങ്ങളിലെല്ലാം അങ്ങ് ഇപ്പോൾ യാത്ര ചെയ്തിട്ടുണ്ട്. ഒരുപാട് പരിപാടികൾ പങ്കെടുത്തിട്ടുണ്ട്, പൊതുയോഗങ്ങളിൽ പങ്കെടുത്തുകൊണ്ടേയിരിക്കുന്നു. അപ്പം ജനവികാരം കുറച്ചുകൂടി നേരിട്ടറിയുന്ന ഒരാൾ എന്ന നിലയ്ക്ക് ഈ എന്തുകൊണ്ട് ഇടതുപക്ഷത്തെ സ്ഥാനാർത്ഥികളെ ആളുകൾ വോട്ട് ചെയ്യുന്നു? അതൊരു ദേശീയ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടാണോ അതോ സംസ്ഥാനത്ത് നല്ല ഭരണം കാഴ്ചവെക്കുന്നത് കൊണ്ടാണോ? എല്ലാം ഉണ്ട്, രണ്ടും കൂടി ചേർന്നതാണ്. ദേശീയ അടിസ്ഥാനത്തിൽ BJP വരരുത് എന്നുള്ള ഉത്കടമായ ആഗ്രഹമുണ്ട് എല്ലാ വിഭാഗം ജനങ്ങൾക്കും, പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേകിച്ച്. ഞാൻ നേരത്തെ പറഞ്ഞ അപകടം കേരളത്തിന് ബോധ്യമുള്ളതാണ്.
പിന്നെ അതിനെ എതിർക്കുന്നതിന് വേണ്ടിയുള്ള രാഷ്ട്രീയമായ നിലപാടോ സംഘടനാപരമായ ശേഷിയോ കോൺഗ്രസിനില്ല എന്ന് വളരെ വ്യക്തതയുണ്ട്. എന്നാൽ ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് അയക്കാൻ തീരുമാനിക്കപ്പെടുന്ന 20 ആൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ഫലപ്രദമായ 20 ആളെയാണ് ഞങ്ങൾ സ്ഥാനാർത്ഥിയായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത്. ഒരൊറ്റ ആൾക്കും ഇന്നേ വരെ ഒരു അഭിപ്രായ വ്യത്യാസം പോലും ഒരു സ്ഥാനാർത്ഥിയെ പറ്റിയും പറയാനുണ്ടായിട്ടില്ല. അങ്ങനെയുള്ള സ്ഥാനാർത്ഥികളാണ്, നല്ല സ്ഥാനാർത്ഥികളാണ്. പിന്നെ രാഷ്ട്രീയ സാഹചര്യം ഞങ്ങൾക്ക് അനുകൂലമാണ്. ജനങ്ങളുടെ വികാരവും പൊതുവായിട്ട് പരിശോധിച്ച് നോക്കുമ്പോൾ വലിയ ജനകീയ മുന്നേറ്റമാണ്. സ്ഥാനാർത്ഥികളുടെ പരിപാടിയിൽ, മുഖ്യമന്ത്രിയുടെ പരിപാടിയിൽ, എല്ലാ പരിപാടിയിലും വമ്പിച്ച ജനകീയ മുന്നേറ്റമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് UDF ഒന്നും പറയാനില്ല. ആകെ പറയാനുള്ളത് ഇങ്ങനെ അവിടെ ഇവിടെ നിന്ന് വീണ് കിട്ടുന്ന ഏതെങ്കിലും കാര്യങ്ങൾ എടുത്തുകൊണ്ടാണ്. ഈ കരിവണ്ണൂർ അതെല്ലാം പഴയ കാര്യമാണ്. ആക്സോലോജിക്ക് ഇതെല്ലാം പണ്ടേ പറഞ്ഞ. ഇവിടെ ഇപ്പോൾ ഒരു രാഷ്ട്രീയം UDF പറയുന്നത്, അതായത് ഇടതുപക്ഷത്തിന് വലിയ ആശങ്കകൾ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടെന്നും അതുകൊണ്ട് അവർ വലിയ രീതിയിൽ ന്യൂനപക്ഷ വോട്ടുകൾ, പ്രത്യേകിച്ച് മുസ്ലിം വോട്ടുകൾ നേടാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നു. മലബാർ കേന്ദ്രീകരിച്ച് ഇപ്പം തന്നെ CAയുടെ കാര്യത്തിനകത്താണെങ്കിലും യൂണിഫോം സിവിൽ കോഡിൻ്റെ കാര്യത്തിനകത്താണെങ്കിലും ഒക്കെ വലിയ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ഇപ്പോൾ SDPI വോട്ടിൻ്റെ കാര്യത്തിൽ പ്രതികൂട്ടിൽ നിർത്തുന്നു. ഇതെല്ലാം തന്നെ ന്യൂനപക്ഷ വോട്ട്, പ്രത്യേകിച്ച് മുസ്ലിം വോട്ട് പിടിച്ചെടുക്കാനുള്ളൊരു ശ്രമമാണ് എന്നാണ്. നിങ്ങൾ അങ്ങനെ ഒരു ന്യൂനപക്ഷ വോട്ടിൽ കണ്ടുവെക്കുന്നുണ്ടോ? ആ വോട്ട് വന്നില്ല എങ്കിൽ യഥാർത്ഥത്തിൽ ഈ പറയുന്ന വലിയൊരു വിജയം നേടാൻ കഴിയും? ന്യൂനപക്ഷ വോട്ട് വരില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. 2016 2021 അത് കിട്ടിയിട്ടുണ്ട്. വസ്തുനിഷ്ഠ യാഥാർത്ഥ്യം പരിശോധിച്ച് നോക്കിയാൽ ഇവിടെ BJPയുടെ അക്രമത്തിന് വിധേയമാവുന്ന ഏറ്റവും കടുത്ത രീതിയിലുള്ള 3 വിഭാഗങ്ങളെ പറഞ്ഞല്ലോ. അതെ, അതിൽ ആ 3 വിഭാഗം കൊണ്ട് കേരളത്തിലുണ്ട്. അതിൽ മുസ്ലിമുണ്ട്, അതിൽ ക്രിസ്ത്യാനിയുണ്ട്, അതിൽ കമ്മ്യൂണിസ്റ്റുമുണ്ട്. ഇവരെല്ലാം കൂടി ചേർന്ന് മുമ്പോട്ടേക്ക് പോകുന്ന ഒരു സാമൂഹ്യ ജീവിതക്രമത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം എന്ന രീതിയിൽ കേരളത്തിൽ ഈ വർഗീയതയെ പ്രതിരോധിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം 1. 2, നിങ്ങൾക്ക് മുദ്രാവാക്യമില്ല. UDF എന്ത് മുദ്രാവാക്യമുള്ളത്? എന്തടിസ്ഥാനത്തിലാണ് അവർ പറയുന്നത്? BJPയുടെ ഒരു ബി ടീമായിട്ടാണല്ലോ അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ മാഷ് ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പം മുസ്ലിങ്ങൾക്ക് പിന്നെ സ്വാഭാവികമായി ഒരു ആശ്രയം ഇടതുപക്ഷമാണെന്ന് അവർക്ക് തോന്നുന്നു എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ അത് ഈ തോന്നുന്നല്ല, അതാണ് സത്യം. അങ്ങനെയാണെങ്കിൽ അവരെ വോട്ട് ചെയ്യുമായിരിക്കും. എന്നാൽ ഇപ്പം നമ്മുടെ ഈ കഴിഞ്ഞ കുറച്ച് നാളിലായിട്ട് ഈ ക്രിസ്ത്യൻ സമുദായം, പ്രത്യേകിച്ച് ഈ വന്യജീവി ആക്രമണം, അതേപോലെയൊക്കെയുള്ള പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ സഭയുമായിട്ടുള്ള ഇപ്പോൾ ഓർത്തഡോക്സ് യാക്കോബായ പ്രശ്നം, ഈ ക്രിസ്ത്യൻ സമുദായത്തിന് ഏതെങ്കിലും തരത്തിലുള്ള അതൃപ്തി രൂപപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ അവരുടെ ഈ പിതാക്കന്മാരുടെയൊക്കെ ചില പ്രസംഗങ്ങളൊക്കെ സർക്കാരിനെ വെല്ലുവിളിക്കുന്ന പ്രസംഗങ്ങളാണ്. അപ്പോൾ ആ വിഭാഗത്തെ എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്? അവരുടെ സമീപനം എങ്ങനെയായിരിക്കും? അവരുടെ സമീപനത്തിൽ നമുക്ക് അനുകൂലമായ സമീപനം തന്നെയാണ്. അതുകൊണ്ട് അവർ പരസ്യമായി പറഞ്ഞല്ലോ, ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണെന്നൊന്നും ധരിക്കേണ്ടിയില്ല. മനസ്സിലായി. അത് പറഞ്ഞതിൻ്റെ അർത്ഥം വളരെ കറക്റ്റാണ്. അപ്പോൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് അങ്ങനെ വെച്ചിരിക്കുകയാണ് എന്നുള്ള തെറ്റിദ്ധാരണയൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ ആർക്കും ഉണ്ടാവേണ്ടിയില്ല. കൃത്യമായിട്ടുള്ള നിലപാട് അടിസ്ഥാനപ്പെടുത്തിയിട്ട് തന്നെയാണ് ഈ പ്രാവശ്യം വോട്ട് രേഖപ്പെടുത്താൻ ആളുകൾ പോകുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ കോൺഗ്രസ് ഒരു വികസന പ്രവർത്തനവും നടത്താൻ അനുവദിക്കില്ല എന്ന് ലോകത്ത് ഒരേ ഒരു പ്രതിപക്ഷം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് കേരളത്തിലെ പ്രതിപക്ഷമാണ്. ഒരു വികസന പ്രവർത്തനവും ഞങ്ങൾ അനുവദിക്കില്ല രാഷ്ട്രീയമായിട്ട്. കാരണം വികസന പ്രവർത്തനത്തിന് വോട്ടുണ്ട് എന്ന് മനസ്സിലായി. അപ്പോൾ 2ാം ടേം കിട്ടിയത് വികസന പ്രവർത്തനം കൊണ്ടാണെന്ന് അവർക്ക് ബോധ്യമായി. ശരി, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇപ്പോൾ 2019 വലിയ ഒരു തിരിച്ചടി ഇടതുപക്ഷത്തിനുണ്ടായി, 19-1. എന്നാൽ അതിന് മുമ്പ് 2004 18-2 ഉണ്ടായിട്ടുണ്ട്. ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടും ജനവിധി ഉണ്ടായിട്ടുണ്ട്. എപ്പോഴും ഒരു ദേശീയ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് മുൻകൈ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ കേരളത്തിൽ അതിന് അപവാദങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇപ്രാവശ്യം ഈ 2019 ശബരിമല വിഷയമില്ല, 2019 രാഹുൽ ഗാന്ധി വന്നതിൻ്റെ ഭാഗമായിട്ടുള്ള തരംഗമില്ല. ഈ 2 കാര്യങ്ങളായിരുന്നു വളരെ പ്രധാനമായി കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നത്, 2019 ഉണ്ടായിരുന്നത്. ഇക്കുറി ഒരു തിരിച്ചടി ഉണ്ടായാൽ, കാരണം ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിൽ BJP വരരുതെന്ന് ആഗ്രഹിക്കുന്നവരാണ് കേരളത്തിലെ ഭൂരിപക്ഷം എന്ന കാര്യത്തിൽ തർക്കവുമില്ല. അപ്പോൾ നിങ്ങൾക്കൊരു തിരിച്ചടിയും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. അങ്ങനെ ഉണ്ടായാൽ അതിൻ്റെ ഏക ഉത്തരവാദിത്വം എന്ന് പറയുന്നത് കേരളത്തിലെ ഈ സംസ്ഥാനത്തെ ഭരണമായിരിക്കും. മാഷ് അല്ല, അങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടാവില്ല. അങ്ങനെ ഒരു ഉത്കണ്ഠയും വേണ്ടേ നമുക്ക് അങ്ങനത്തെ ഒരു ഉത്കണ്ഠ വേണ്ട. എന്നല്ലേ കേരളത്തിലെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചും ഇനിയിപ്പോൾ സാർവദേശീയം മുതലിപ്പോൾ സാമ്രാജ്യത്തിൻ്റെ തീവ്ര വലതുപക്ഷം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ടല്ലോ, അത് ഉൾപ്പെടെയുണ്ട്. അത് സാർവദേശീയമാണ്. അത് നമുക്കെല്ലാവരും നമ്മുടെ ഇസ്രായേലിൻ്റെ നിലപാട്, അമേരിക്കൻ്റെ പിന്തുണ, അതിന് സഹായിക്കുന്ന ഇന്ത്യയുടെ നിലപാട്, അതൊക്കെ നമ്മൾ പറയുന്നുണ്ട് പൊതുയോഗത്തിലൊക്കെ. അത് സാർവദേശീയം. ദേശീയാടിസ്ഥാനത്തിൽ അതിൻ്റെ പോലെയോ അതിനേക്കാൾ ശക്തിയായോ ഇല്ല ഒരു ഫാസിസ്റ്റ് രീതിയിലേക്കാണ് ഈ നരേന്ദ്രമോദിയും ഗവൺമെൻറ്റും പോകാൻ പോകുന്നത്. അപ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള ഉത്തരവാദിത്തമുള്ള നയപരമായി കൈകാര്യം ചെയ്യേണ്ടുന്ന കോൺഗ്രസിന് ആ നയമില്ല എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. സംഘടനയും കൈകാര്യം ചെയ്യാൻ അവർക്ക് ആരും തന്നെ ഇല്ല. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഫലപ്രദമായി ഇതിനെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു പാർട്ടിയും പ്രസ്ഥാനവും ഇന്ത്യയിൽ തന്നെ ഒരു ബദൽ സംവിധാനം രൂപപ്പെട്ട് മുന്നോട്ടേക്ക് പോകുന്ന സഖാവ് പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റാണ്, ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റാണ്. അത് നല്ലതുപോലെ ജനങ്ങൾ അംഗീകരിക്കും. അതുകൊണ്ട് വലിയൊരു വിജയം വലിയ വിജയം ഉണ്ടാവും. വളരെയധികം നന്ദി. താങ്ക് യു വെരി മച്ച്. ഓൾ ദി ബെസ്റ്റ്.